എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി. ഇവരെ നിലവിലുണ്ടായിരുന്ന ചുമതലകളിൽ നിന്ന് നീക്കി. വൈദികരായ വർഗീസ് മണവാളൻ, ജോഷി വാഴപ്പറമ്പിൽ, തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയാണ് നടപടി. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അതിരൂപതയിലെ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിമത വൈദികരായ 4 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. ഇതിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളൻ ഉൾപ്പെടെ 4 വൈദികർക്കെതിരെയാണ് നടപടി. അതോടൊപ്പം മറ്റ് 3 പള്ളികൾ തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി ഈ 3 പേർക്കെതിരെയും കൂടി നടപടിയുണ്ട്. അങ്ങനെ മൊത്തം 4 പേർക്കെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. ഇവരോട് അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി ചാൻസലർ തയ്യാറാക്കിയ കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയുടെ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. 4 പേർക്കും കത്ത് നൽകിയിട്ടുണ്ട്. വർഗീസ് മണവാളിനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനാണ് നിർദ്ദേശം. മറ്റ് 3 വൈദികരോടും അവർ ചുമതലയേറ്റിരിക്കുന്ന അല്ലെങ്കിൽ അവർ വികാരിമാരായി ചുമതല വഹിക്കുന്ന പള്ളികളിലോ ആ പള്ളികളുടെ കപ്പേളകളിലോ കുർബാന അർപ്പിക്കരുത് എന്നാണ് നിർദ്ദേശം. ഇതിന് കാരണം വ്യക്തമാക്കുന്നത് സീറോ മലബാർ സിനഡ് നിർദ്ദേശിച്ച, മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിൽ അവരുടെ തങ്ങളുടെ ചുമതലയുള്ള പള്ളികളിൽ നടപ്പിലാക്കുന്നതിൽ ഇവർക്കെല്ലാം വീഴ്ചയുണ്ടായി എന്നും ഈ വീഴ്ച കണക്കിലെടുത്താണ് നടപടി. അതോടൊപ്പം തന്നെ പൗരസ്ത്യ കാനോനിക നിയമപ്രകാരമാണ് നടപടിയെടുക്കുന്നത് എന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വിമത വൈദികരായി നിന്ന, അതായത് ഈ കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഭാഗം വിശ്വാസികൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ വിശ്വാസികൾക്കൊപ്പം നിന്ന വൈദികരാണ് ഈ 4 പേരും. ഇവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും. ഷമി, വിമത വൈദികർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.